സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. കടൽ എല്ലാവർക്കും ഇഷ്ടമാണ്. കടൽ മത്സ്യം, കായൽ മത്സ്യമൊക്കെ ഒരു വലിയ വിഭാഗം, എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഇഷ്ട വിഭവമാണ് കടൽ മത്സ്യമായാലും ശുദ്ധജല മത്സ്യമായാലും. അപ്പോൾ കടൽ മത്സ്യമൊക്കെ ഒരു വലിയ വിഭാഗത്തിന് ഇഷ്ടമാണ്. പിന്നെ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ കുറേയധികം വീഡിയോകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കടൽ മാക്രി എന്ന ഹെഡിൽ വരുന്ന, ടൈറ്റിലിൽ വരുന്ന വീഡിയോ ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. നല്ല അവതരണമാണ്. അത് നല്ല രീതിയിൽ അത് പകർത്തുന്നു. കാരണം എല്ലാവർക്കും, ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നമുക്ക് ഉൾക്കടലിലേക്ക് പോകാൻ ചില പരിമിതികളുണ്ട്. അതിന് പ്രത്യേക പരിശീലനവും, അപ്പോൾ അതിൽ തഴക്കവും അതുമായി ബന്ധമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കപ്പൽ യാത്രയൊക്കെ നടത്താൻ നിങ്ങൾക്കും എനിക്കുമൊക്കെ കഴിഞ്ഞേക്കും. പക്ഷേ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ അതിന് പ്രത്യേക ചങ്കൂറ്റം വേണം, പരിശീലനം വേണം. പല വിഷയങ്ങളും അനുബന്ധമായി നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. അതായത് ലണ്ടനിൽ കടൽ മത്സ്യങ്ങൾ, ശുദ്ധജല മത്സ്യമൊക്കെ വിൽക്കുന്ന ഒരു മീൻകട ഒരു വ്യക്തി നടത്തുന്നു. അതിന് ഇനിയും ഇത്തരം മീൻകടകൾക്ക് സാധ്യതയുണ്ട്. അത് വെച്ച് ആ വ്യക്തി നല്ല സാമ്പത്തിക ഭദ്രത നേടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ 7-8 വർഷങ്ങൾക്ക് മുമ്പ് കുലശേഖരത്തിന് സമീപം ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ മുതൽ മുടക്കിൽ ഒരു ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹൈടെക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ഒരു മീൻകട ആരംഭിക്കുകയുണ്ടായി. 7-8 വർഷം ഇരിക്കും. മുന്തിയ ഇനം മത്സ്യങ്ങളൊക്കെ അവിടെ വിൽപ്പനയ്ക്കായി വച്ചിരുന്നു. ക്രമേണ കച്ചവടത്തിലെ ഒരു മാന്ദ്യം കൊണ്ട് അതിൻ്റെ ഉടമയ്ക്ക് കട പൂട്ടേണ്ടി വന്നു. അപ്പോൾ അന്ന് കടയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഞാനും മറ്റ് വേണ്ടപ്പെട്ട ചിലരുമൊക്കെയാണ്. അത് അന്ന് എനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. പഴയ പാരമ്പര്യവാദികൾക്കൊക്കെ ചിലപ്പോൾ മീൻകട എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിച്ചെന്നിരിക്കും. പക്ഷെ അന്നൊരു രസമായിരുന്നു. അതിനെ മുതൽ മുടക്കിയ ഉടമയോട് എന്നും നന്ദിയുണ്ട്. അതൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ കടലിനെ സംബന്ധിക്കുന്ന, കടൽ മത്സ്യത്തെ സംബന്ധിക്കുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന കടൽ മാക്രി പോലുള്ള വീഡിയോകളെയൊക്കെ സംബന്ധിക്കുന്ന ചില വർത്തമാനങ്ങളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.